എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരമാണ് കനക. ഒരുപിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയനായികമാരുടെ ഇടയിൽ സ്ഥാനം പിടിക്കാൻ കനകയ്ക്കായി. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പ്രദർശനം നടത്തിയ സിനിമ ആയിരുന്ന ഗോഡ്ഫാദറിൽ നായികയായി എത്തിയ കനക സൂപ്പർ സ്റ്റാർ രജനികാന്തിനും മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒപ്പം നായികയായി തിളങ്ങി നിൽക്കവേ ആയിരുന്നു അപ്രതീക്ഷിത പിൻവാങ്ങൽ. ഇന്നും കനകയുടെ ജീവിതം വാർത്തകളിൽ നിറയാറുണ്ട്. പ്രേക്ഷകർക്ക് നടിയുടെ വിശേഷങ്ങൾ അറിയാൻ ഇപ്പോഴും ഏറെ ഇഷ്ടമാണ്. കനകയുടെ ഇപ്പോഴത്തെ ജീവിതം തികച്ചും ദുരൂഹമാണ്. അമ്മയായിരുന്നു കനകയ്ക്ക് എല്ലാം. അമ്മയുടെ മരണശേഷം തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ കനക ആഴ്വാർപേട്ടിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടി. ഒരാളുമായും കനകയ്ക്ക് യാതൊരു അടുപ്പവും ഉണ്ടായിരുന്നില്ല. കനക എല്ലാവരിൽ നിന്നും അകലം പാലിച്ചതുകൊണ്ട് തന്നെ നടിക്ക് മാനസിക രോഗമാണെന്നത് മുതൽ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലാണ് അവരെന്ന് വരെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അമ്മയുടെ വേർപാടോട് കൂടി കനകയുടെ ജീവിതം സഞ്ചരിച്ചത് ദുരൂഹമായ മറ്റൊരു വഴിയിലൂടെയായിരുന്നു. വളരെ കുറച്ചു കാലം മാത്രമേ കരിയറിൽ ശോഭിക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. എങ്കിലും ജീവിതകാലം മുഴുവൻ കഴിയാനുള്ളത് കനക സമ്പാദിച്ചിരുന്നു. ദേവിക സമ്പാദിച്ചത് വേറെയും. അമ്മയുടെ വേർപാടിന്റെ തീരാദുഃഖവും പേറിയായിരുന്നു കനകയുടെ ജീവിതം. അമ്മയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അമ്മയായിരുന്നു ലോകമെന്ന് കരുതി ജീവിച്ചിരുന്ന കനകയ്ക്ക് അമ്മയുടെ മരണം ഉൾക്കൊള്ളാനേ സാധിച്ചിരുന്നില്ല. തന്റെ അമ്മയുടെ ആത്മാവിനോട് സമ്മതിക്കാമെന്ന കപടവാഗ്ദാനത്തിൽ മയങ്ങി കനകയ്ക്ക് നഷ്ടമായത് ഭീമൻ തുകയായിരുന്നു. പിന്നീട് ഓജോ ബോർഡ് ഉപയോഗിച്ച് അമ്മയുടെ ആത്മാവിനെ വിളിച്ചുവരുത്താൻ കനക ശ്രമിച്ചിരുന്നതായും വാർത്തകൾ വന്നിരുന്നു. ഇതിനായി ചില്ലറക്കാശൊന്നുമല്ല കനക പൊടിപൊടിച്ചത്. കനക കരുതിയിരുന്നത് പോലെയൊന്നും സാധിക്കാതെ വന്നതോടെ കനക മാനസികമായി താഴ്ന്നു. അമ്മയോട് സംസാരിക്കാനും കഴിഞ്ഞില്ല. കയ്യിലെ കാശും നഷ്ടപ്പെട്ട കനക മറ്റുള്ളവരെ വെറുക്കാനും അവരുമായി ഇടപഴകാതെയും വന്നു. ജീവിച്ചിരുന്നപ്പോൾ കനകയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അമ്മയായിരുന്നു. എന്തിനേറെ പലപ്പോഴും കനകയ്ക്ക് വേണ്ടി സംസാരിച്ചിരുന്നത് ദേവിക തന്നെയായിരുന്നു. അതിനാൽ തന്നെ കപടത നിറഞ്ഞ ഈ ലോകത്ത് കാപട്യം നിറഞ്ഞ മനുഷ്യരുമായി ഇടപഴകി ജീവിക്കാൻ കനകയ്ക്ക് സാധിച്ചിരുന്നില്ല. പതിയെ എല്ലാവരിൽ നിന്നും വിട്ടുമാറി ഏകാന്തവാസം നയിക്കാൻ തുടങ്ങി. 1992 പുറത്തിറങ്ങിയ ഏഴര പൊന്നാനയിൽ അശ്വതി എന്ന മാനസിക രോഗിയുടെ വേഷത്തിലായിരുന്നു കനക എത്തിയിരുന്നത്. ആ സിനിമയിലെ സീനുകൾ അതേപടി ജീവിതത്തിൽ ആവർത്തിക്കുമെന്ന് നടി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. കനക ഇപ്പോൾ എല്ലാം അതിജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ നടിയുടെ വീടിന് തീ പിടിച്ചത് വാർത്തയായിരുന്നു. ആ ബംഗ്ലാവ് കണ്ടാൽ പ്രേതഭവനം പോലെയുണ്ടെന്നാണ് അന്ന് പലരും അഭിപ്രായപ്പെട്ടത്. അത്രയും ശോഷിച്ച നിലയിലായിരുന്നു അത്. ഫെയർഫോഴ്സിനെ പോലും അകത്ത് കയറ്റാൻ കനക മടി കാണിച്ചിരുന്നു. പിന്നീട് ഒരുപാട് നേരം ഉദ്യോഗസ്ഥർ സംസാരിച്ചതിനു ശേഷമാണ് കനക വാതിൽ തുറന്നത് തന്നെ. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ടപ്പോഴാണ് അയൽവാസികൾ ഫെയർഫോഴ്സിൽ വിവരം അറിയിച്ചത്. തുടർന്ന് മൈലപുരിയിൽ നിന്നും ഫെയർഫോഴ്സ് സ്ഥലത്ത് എത്തി. എന്നാൽ രക്ഷിക്കാൻ എത്തിയവരെ ആദ്യം നടി വീട്ടിലേക്ക് കയറ്റിയിരുന്നില്ല. ഫെയർഫോഴ്സ് സംഘത്തോടും പോലീസിനോടും കനക വളരെ മോശം ആയും രൂക്ഷമായും ആണ് നടി പ്രതികരിച്ചത്. എന്നാൽ അയൽവാസികൾ അവരുടെ മാനസിക നില തെറ്റിയ അവസ്ഥയിൽ ആണെന്നും നാട്ടുകാരെയും അങ്ങോട്ട് അടുപ്പിക്കാറില്ലെന്നും ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥൻ കനയോട് കൂടുതൽ സൗമ്യമായി ഇടപെട്ട് വീടിന്റെ അകത്തേക്ക് കയറുകയും തീ അണക്കുകയും ചെയ്തത്. എന്നാൽ അപ്പോഴെല്ലാം കനക പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുകയും മുറ്റത്തു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. നിരവധി വസ്ത്രങ്ങളും സാധനങ്ങളും കത്തി നശിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിനിടെ തീപ്പൊരി ആളി കത്തുകയും വീടിനു അകത്ത് തീ പടരുകയായിരുന്നുവെന്നുമാണ് പറഞ്ഞിരുന്നത്. പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത്. പുതിയൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം.